ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ ആണ് നമ്മുടെ ഡോഗ്സ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കുറേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോഗ്സ് ടെലിഗ്രാം ചാനലിലെ ഫൗണ്ടറിനെ നോട്ട് കോയിൻ ഫൗണ്ട് ചെയ്ത പോലെ തന്നെ പുതിയതായിട്ടുള്ള ബോട്ടിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് ജസ്റ്റ് സെർച്ചിൽ പോയിട്ട് ഡോഗ്സ് അടിക്കുമ്പോൾ തന്നെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഈ ഒരു ഡോഗ്സ് ഇപ്പോൾ എയർ ഡ്രോപ്പ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ടോൺ ഫൗണ്ടറാണ് ഈ ഒരു ഡോഗ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഡോഗ്സിൻ്റെയും ക്യാറ്റ്സിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡോഗ്സ് നമുക്ക് ഇപ്പോൾ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എൻഡായി. നമ്മുടെ ബൈബിറ്റ് അതേപോലെ ബിറ്റ്ഗെറ്റ് OKX എക്സ്ചേഞ്ചിലൊക്കെ നമുക്ക് 20th ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്ലെയിം ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യമാണ് നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഇനി അതിമയിപ്പിക്കാൻ നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഡോഗ്സിൻ്റെ ആ ഇൻ്റർഫേസിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാലറ്റ് ഇവിടെ ഫസ്റ്റ് തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളപ്പോൾ വാലറ്റ് എന്തായാലും നമ്മുടെ ടെലിഗ്രാമിൻ്റെ തന്നെ ടോൺ വാലറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു വാലറ്റ് ഫസ്റ്റ് ഇവിടെ ബേസിക്കായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ ടോക്കൺ ഹിൻസും കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തായാലും മുന്നേ തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ലീഡേഴ്സ് ബോർഡിലും പിന്നെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ആ ഒരു ലിസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം. ഇവിടെ നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ ഈ ഒരു ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ച് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് വാലറ്റും ടെലിഗ്രാമും ഉണ്ട്, എക്സ്ചേഞ്ചും ഉണ്ട്. മാക്സിമം നിങ്ങൾ എക്സ്ചേഞ്ചസിലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ OKXും സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൈബിറ്റും ആണ്. അപ്പോൾ OKX കുറേ പേർക്കൊക്കെ അറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ അവർ സ്റ്റോപ്പ് ചെയ്യുക നമുക്ക് വിഡ്രോ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഡെപ്പോസിറ്റ് നമുക്ക് പോസിബിൾ അല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ OKX എടുത്തു. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ തന്നിട്ടുണ്ട്. OKX എക്സ്ചേഞ്ചസ് കറൻ്റ്ലി നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ ഡ്യൂ ടു ലോക്കൽ ലോസ് ആൻഡ് റെഗുലേഷൻസ്. നിങ്ങൾ നേരെ പോയിട്ട് നമ്മൾ ഡോഗ്സ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഡെപ്പോസിറ്റ് കൊടുത്താലും ഇൻ അക്കൗണ്ടൻസ് വിത്ത് ദ ടേംസ് ഓഫ് സർവീസസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യൻ യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു OKX യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നിങ്ങൾ ഫണ്ട് ഈ ഒരു വാലറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവർ അവൈലബിൾ ആയി കൊടുത്തിട്ടുണ്ട്. ഫണ്ട് അവർ ലോക്കും കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവർ നമ്മുടെ ബൈനാൻസ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിലും വന്നിട്ടുണ്ട്. കാരണം ബൈനാൻസ് ഇപ്പോൾ റെഗുലറൈസ് ചെയ്തു. ഇന്ത്യക്കുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ മാറ്റിയ ശേഷം നമുക്ക് ഈ ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും വന്ന ശേഷം ഇനിയിപ്പോൾ നമുക്ക് ട്രേഡിങ്ങിന് ഫീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നോക്കിയിട്ട് മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഓരോ ട്രേഡിനും ഒരു ഫീസ് പിടിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോഗ്സിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ബൈബിറ്റ് മാത്രമാണ്. അപ്പോൾ ബൈബിറ്റിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെലിഗ്രാം ബോട്ട് ഈ ഒരു ഡോഗ്സിന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബൈബിറ്റ് വാലറ്റിലോട്ടേക്ക് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. എല്ലാം കൂടെ ഒരേ വാലറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ചിലപ്പോൾ ബാൻ ആണുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ സെൻഡ് ഹിയർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡു യു ഹാവ് എ ബൈബിറ്റ് അക്കൗണ്ട്? യെസ് ഐ ഹാവ് ഇറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം 3 ഓപ്ഷൻസ് ആയിരിക്കും വരിക. ഒന്ന് ബൈബിറ്റ് UID, പിന്നെ ഡോഗ്സ് ഡെപ്പോസിറ്റ് അഡ്രസ്സ്, പിന്നെ മെമോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബൈബിറ്റ് ഓപ്പൺ ചെയ്യാണ്. ബൈബിറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ആ ഒരു UID കാണാൻ പറ്റും. ജസ്റ്റ് UID കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അടുത്ത ഡോഗ്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. നേരെ ബാക്കിലോട്ടേക്ക് വരിക, അസറ്റിലോട്ടേക്ക് പോവുക, ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡോഗ്സ് സെർച്ച് ചെയ്യുക. ഡോഗ് സെർച്ച് ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് ടോൺ വാലറ്റിൻ്റെ ആയിരിക്കും കൊടുക്കാൻ പറയുക. കാരണം ടോണിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ഡോഗ്സ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വാലറ്റ് അഡ്രസ്സും മെമ്മോയും കാണിക്കും. 2 നിങ്ങളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം. നേരെ അഡ്രസ്സ് നേരെ പേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മെമ്മോ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യണം. ജസ്റ്റ് കോപ്പി ചെയ്യുക, മെമ്മോയും പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെമ്മോ നിങ്ങൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ സക്സസ്ഫുൾ ആവില്ല. ജസ്റ്റ് സെൻഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൺഫേം വിഡ്രോവൽ ഓഫ് 29,000 നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ എമൗണ്ടും നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ യു മേ ലൂസ് യുവർ ടോക്കൺ. അപ്പോൾ കറക്റ്റ് അഡ്രസ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോക്കൺ ലൂസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. KYC പാസ്ഡ് ഓൺലി. അപ്പോൾ നമുക്ക് KYCയും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. KYC കംപ്ലീറ്റ് ചെയ്ത അക്കൗണ്ടിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവിടെ ജസ്റ്റ് ഐ കൺഫേം കൊടുക്കുക. ഓക്കെ, ഡെപ്പോസിറ്റ് ഇൻ പ്രോഗ്രസ്. അപ്പോൾ നമുക്ക് നൗ ബി റെഡി ഫോർ ദ ലിസ്റ്റിംഗ് ഓൺ August 20. നമ്മുടെ ഡെപ്പോസിറ്റ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ലിസ്റ്റിംഗ് 20th August 20th. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് തന്നെ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 0.002 ഒക്കെ വരാനാണ് ചാൻസ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 0.002 ഇൻറ്റു ഒരു 29,000 ടോക്കൺസ് ഉണ്ട്, ഈക്വൽ ടു ഒരു $58. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു ക്രാഷ് ആകണമെന്നുണ്ടെങ്കിലും ഒരു $30 കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് $10 ആണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റാണ്, $5 ആണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച്
എഫേർട്ടും കാര്യങ്ങളൊന്നും നമ്മുടെ ഹാംസ്റ്ററിൽ ഇട്ട പോലെ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ടൈമിൽ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അക്കൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലത്തെ ഫണ്ട്സ് ഫുള്ള് വേറെ ബൈബിറ്റിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരേ ഇതിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് ലോസ് ആണുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് ലോസ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.